ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. ഇറ്റ്സ് മീ ആതിര ഹിയർ. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ടൈറ്റിൽ കണ്ട പോലെ തന്നെ നമ്മുടെ ആനിവേഴ്സറി സ്പെഷ്യലാണ്. ആൻഡ് ഇറ്റ്സ് അവർ 5th വെഡിങ് ആനിവേഴ്സറി. അപ്പോൾ നമ്മളത് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു റെസ്റ്റോറൻറ്റ് പോവാണ്. ആൻഡ് ദ റെസ്റ്റോറൻറ്റ്സ് നെയിം ഇസ് ടറ്റു. അപ്പോൾ ലാസ്റ്റ് ഇയർ നമ്മൾ ഈ ബർമിംഗമിലുള്ള ഈ റെസ്റ്റോറൻറ്റിൽ പോകാമെന്ന് പ്ലാൻ ചെയ്തെങ്കിലും നമ്മൾ കുറച്ച് ടെക്നിക്കാലിറ്റീസൊക്കെ കൊണ്ടും ലീവും അങ്ങനെ കുറച്ച് കാര്യങ്ങളുകൊണ്ട് അവിടെ പോയില്ലേ. പകരം നമ്മൾ നമ്മുടെ കൗണ്ടിയിലുള്ള വേറൊരു റെസ്റ്റോറൻറ്റിൽ പോയത്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ എന്തായാലും വി ഹാവ് ടു ബി ഹിയർ എന്ന് വിചാരിച്ച് നമ്മൾ റിസർവ് ചെയ്ത് നമ്മൾ അതിന് ടൈമൊക്കെ കണ്ടെത്തി നമ്മൾ അങ്ങനെ ഇവിടെ എത്തി ഫൈനലി. ആൻഡ് ഇവരെ ഹോൾ സംഭവം ഇസ് ബേസ്ഡ് എന്താ പറയുക, ഒരു ചെറി ബ്ലോസം തീമും അങ്ങനെ ഒരു 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 നല്ല രസമാണ് കേട്ടോ, ആംബിയൻസും കാര്യങ്ങളൊക്കെ. ആൻഡ് ദിസ് ഇസ് ദ സ്പെഷ്യൽ കോക്ടെയിൽ വിച്ച് ഇസ് എ ചെറി ബ്ലോസം നെക്രണി. അതാണ് ഞാൻ വാങ്ങിച്ചത്. ആൻഡ് ഇതാണ് ഉഷാൻ്റെ. സോ ഇറ്റ്സ് ലക്കി നമ്പർ 8 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഡ്രിങ്കും. അങ്ങനെ നമ്മൾ ഡ്രിങ്ക്സൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. സോ ഡ്രിങ്ക്സിൻ്റെ പിന്നാലെ തന്നെ ഫുഡെല്ലാം വന്നു തുടങ്ങി. ആൻഡ് എവറിത്തിങ് വാസ് റിയലി നൈസ് ഫ്രം സ്റ്റാർട്ടേഴ്സ് ടിൽ ഡെസേർട്ട്സ്. എവറിത്തിങ് വാസ് റിയലി നൈസ് ആസ് എക്സ്പെക്റ്റഡ്. അപ്പോൾ നമ്മളതിൽ നിന്ന് ഒരു എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ ഓൾ ടുഗെദർ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ദ ആംബിയൻസും അവരുടെ സർവീസും ഫുഡും എല്ലാം നല്ലതായിരുന്നു. ഇഫ് എനിബഡി ഈസ് അറൗണ്ട് ഹിയർ ആൻഡ് ഇഫ് യു ഹാവൻ ബീൻ ടു ടാറ്റു, ഡെഫിനറ്റ്ലി ഗിവ് ഇറ്റ് എ ഗോ. നമുക്ക് എന്തായാലും വർത്ത് ആയിട്ടുള്ളൊരു സംഭവമാണ്. പിന്നെ ഈ ഒരു സ്റ്റേക്ക് നമുക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. ആൻഡ് ഇറ്റ്സ് സോസ് വാസ് റിയലി യമ്മി. അതുകൊണ്ട് ഇത് എടുത്തു പറയേണ്ടതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ വാഷ്റൂമിൽ പോയപ്പോഴും വാഷ്റൂം വാസ് വെരി നീറ്റ് ആൻഡ് ടൈഡി, വിച്ച് ഈസ് വാട്ട് മേക്സ് മീ ടേക്ക് എ വീഡിയോ എവറി ടൈം. അത് കഴിഞ്ഞ് നമ്മുടെ എന്നോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡെസേർട്ടായിരുന്നു. ഹോൾ ടുഗെദർ അവിടെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, ഒരു ചെറി ബ്ലോസം തീമാണ്. സോ അവരുടെ സ്പെഷ്യൽ തന്നെയാണ് ഈ ഒരു എന്താ പറയുക ഡെസേർട്ട് എന്ന് പറയുന്നത്. പിന്നെ മുകളിൽ നമ്മുടെ കോട്ടൺ ക്യാൻഡിയും പിന്നെ ട്രീ മൊത്തം ചോക്ലേറ്റ് ബേസ്ഡ് ആയിരുന്നു. അതേപോലെ മൂസും എല്ലാം നല്ല അടിപൊളിയായിരുന്നു. ആൻഡ് ആ ഒരു ബെറി ഫ്ലേവറും ഒക്കെ കൂടെ നൈസായിരുന്നു. പിന്നെ അവർ ദേ ഗേവ് us എ സർപ്രൈസ്. ദേ ഡിഡ് ആസ്ക് us എന്താണ് ഒക്കേഷൻ. സോ ആനിവേഴ്സറി ആണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവർ ഈ ഐസ് ഫൗണ്ടനൊക്കെ കൊണ്ടുവരുന്ന അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഒരു ഫോർച്യൂൺ കുക്കിയും അതിൻ്റെ കൂടെ ഈ ഒരു ക്യൂട്ട് നോട്ടും അതൊക്കെ ക്യൂട്ടായിരുന്നു. അങ്ങനെ നമ്മൾ വയറും മനസ്സും ഒക്കെ നിറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. ആൻഡ് ഇറ്റ് വാസ് റിയലി നൈസ് ഈവനിങ്. അങ്ങനെ നമ്മുടെ ആനിവേഴ്സറി പരിപാടികൾ കഴിഞ്ഞിരിക്കണം സുഹൃത്തുക്കളെ. എങ്ങനെയുണ്ടായിരുന്നു ആനിവേഴ്സറി? ഫുഡൊക്കെ നല്ലതായിരുന്നു, ഇഷ്ടപ്പെട്ടു. നല്ല ആംബിയൻസും എൻ്റെ കിട്ടിയിട്ടില്ല, പക്ഷേ അടിപൊളി. ഗിഫ്റ്റൊക്കെ ഇഷ്ടപ്പെട്ടു, രണ്ടാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങനെ cheers to 5 years of togetherness. യെസ്. അപ്പോൾ അതൊക്കെ തന്നെയായിരുന്നു ഈ ഒരു വ്ളോഗ്. ഞാനിതൊരു വ്ളോഗ് എന്തെങ്കിലും പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. പോസ്റ്റ് ചെയ്യാൻ നിങ്ങൾ ഇതുവരെ കേൾക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ എല്ലാവട്ടും വീഡിയോ എടുത്ത് ഗാലറിയിൽ ഇരിക്കുന്ന പോലെ ഇരിക്കും. പക്ഷേ ഇത് ഞാൻ പോസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വേഗം കാണാം. അതുവരയ്ക്കും എല്ലാവരും സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ. പോകലെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ചെറിയൊരു ബിഹൈൻഡ് ദ സീൻസ് കാണിച്ചു തരാം കേട്ടോ. കുറേ നാൾ കൂടിയിട്ട് എനിക്കൊരു ഹെയർ കട്ട് വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ആനിവേഴ്സറി അല്ലേ, അപ്പോൾ ഞാനൊരു എന്താ പറയുക സെൽഫായിട്ട് ട്രീറ്റ് ചെയ്താണ് ആ ഒരു ഹെയർ കട്ടും ബ്ലോ ഡ്രൈയും കാര്യങ്ങളൊക്കെ. അങ്ങനെ നമ്മൾ കൗണ്ടറിൽ പോയി. അവിടെ നിന്ന് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. അതിൻ്റെ ഇടയിൽ ഇതാ ഈ പാൻഡൻ ക്രീം കേക്ക് കണ്ടു കേട്ടോ. അതപ്പോൾ സിംഗപ്പൂർ കഴിച്ചിട്ടുള്ളതുകൊണ്ട് അത് കണ്ടപ്പം വാങ്ങാൻ തോന്നി. അത് അടിപൊളിയായിരുന്നു. പിന്നെ നോക്കിയപ്പം ടൗൺ സെൻറ്ററിൽ കുറേ ആൾക്കാരൊക്കെ കൂടി നിൽക്കുന്നുണ്ട്. അവിടെ ഒരു സ്റ്റണ്ട് പെർഫോമൻസ് ഒക്കെ നടക്കുന്നുണ്ട്. അയ്യോ, അങ്ങനെ പർച്ചേസിങ് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് കോസ്കോ പോകണം, പെട്രോൾ അടിക്കണം. സാധനങ്ങളൊക്കെ ആദ്യം ഉള്ളിൽ വയ്ക്കാം. നല്ല ടയറിങ് ആയിരുന്നു കേട്ടോ ഒന്ന്. പക്ഷെ നമുക്ക് സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് വീട്ടിൽ പോയിട്ട് ഡെക്കറേഷൻ ചെയ്യണം. UK വീക്കെൻഡ് ഷോപ്പിങ്ങിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു പല വ്ളോഗുകളിലും. അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, കാരണം എല്ലാ ഷോപ്സും വേഗം അടയ്ക്കും. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടത്തണം. എനിവേസ് നമ്മൾ കോസ്കോയിൽ വേഗം കയറി ഇറങ്ങി. പിന്നെ പെട്രോൾ അടിക്കാൻ കയറി. പിന്നെ ഞാൻ ഈ ഒരു റോസ് മിൽക്ക് ടീ, ഈ ഒരു ബബിൾ ടീ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ഈ കടയിലത്തെ. അതിൻ്റെ ഒരു കംപ്ലയിൻ്റ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ നമുക്കൊരു സ്റ്റോപ്പും കൂടെ ഉണ്ട്, കുറച്ച് ഫ്ലവേഴ്സ് വാങ്ങണം. അയ്യോ, അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ഷോപ്പിങ്ങും കഴിഞ്ഞു. ടടാ. അപ്പോൾ പെട്ടെന്ന് ഒരാൾ വന്നിട്ട് ഷോപ്പ് ക്ലോസ് ആയോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. ഇല്ല, ഞാനിപ്പോൾ വന്നുള്ളൂ എന്ന് പറഞ്ഞ്
ആ ഒരു വീഡിയോ കട്ട് ചെയ്യേണ്ടി വന്നു. തിരിച്ച് നമ്മൾ വീട്ടിൽ വന്നു. ഈ സംഭവങ്ങളൊക്കെ സോർട്ട് ചെയ്ത് വെക്കാനുണ്ട് ഇനി. പിന്നെ ആ ഒരു കോർണറാണ് നമ്മുടെ സെറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ അതൊക്കെയാണ് നമുക്കിനി അടുത്ത സ്റ്റെപ്പ്. വളരെ ടയറിങ് ആയിരുന്നു ഇന്നത്തെ ഒരു ഹോൾ പരിപാടി. അവിടെ പതുക്കെ കേൾസ് ഇങ്ങനെ ലൂസ് ആവുന്നുണ്ട്. കുറേ നാളായി ഇങ്ങനെ കേൾസ് ഇത്രയും കേളാക്കിയിട്ട്. സോ നാളേക്ക് ഒന്ന് സെറ്റാവുമെന്ന് വിചാരിക്കുന്നു. എനിവേസ് നമുക്ക് ആദ്യം ഇതൊക്കെ ഒന്ന് സെറ്റാക്കാനുണ്ട്. ആദ്യം ഞാനൊന്ന് ഇരിക്കട്ടെ, എന്നിട്ട് ഇനി ബാക്കി വിശേഷങ്ങൾ കാണാം. നമ്മുടെ മെയിൻ ഗിഫ്റ്റ് ഇതാണ്. ഞാൻ ഓപ്പൺ ചെയ്യുന്നില്ല, നാളെ ഓപ്പൺ ചെയ്യാൻ വേണ്ടി സെറ്റായിട്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സെക്കൻഡ് ഗിഫ്റ്റ് ഇതുണ്ട്, കാർഡുണ്ട്. നമുക്കിതെല്ലാം സെറ്റ് ചെയ്യണം. ഇതൊക്കെയാണ് പരിപാടീസ്. അപ്പം നമ്മൾ ഈ ഒരു സ്പേസിലാണ് നമ്മളുടെ ഡെക്കറേഷൻ ചെയ്യാൻ പോകുന്നത്. വലിയ കാര്യമായിട്ടൊന്നും ഡെക്കറേറ്റ് ചെയ്യാനില്ല. കുറച്ച് ബലൂൺസ് ഉണ്ട്, പിന്നെ ഈ 2 ബണ്ടിങ്സ് ഉണ്ട്. സോ ഈ ഒരു കോർണർ ഈ വീട്ടിലെ ഇപ്പോൾ ഓരോ വീട്ടിലും നമുക്ക് ഓരോ കോർണർ ഉണ്ടാവുമല്ലോ നമ്മളിങ്ങനെ സെറ്റ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ഈ ഒരു അപ്പാർട്ട്മെൻറ്റിലെ എന്താ പറയുക, കോർണർ ഇതാണ്. ഇവിടെ ഇപ്പം അച്ഛനമ്മ വന്നപ്പോൾ ഗ്രാജുവേഷൻ സെലിബ്രേറ്റ് ചെയ്തു. വിശാലിൻ്റെ കഴിഞ്ഞ വട്ടത്തും ഈ വട്ടത്തും ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തു. എൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തു. പിന്നെ നമ്മുടെ ആനിവേഴ്സറി, കഴിഞ്ഞ വട്ടത്തെ ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്തു. ഒക്കെ ഇവിടെ ഈ ഒരു ഏരിയ ആണ്. സോ ഇപ്പോഴും നമുക്കത് തന്നെ യൂസ് ചെയ്യാം. ഓക്കെ, ബർത്ത്ഡേസ്, ആനിവേഴ്സറീസ്, ക്രിസ്മസ് സെലിബ്രേഷൻ എന്തും ആവട്ടെ, ഡെക്കറേഷൻ അത് മസ്റ്റാണ്. എന്നെ അറിയുന്നവർക്കറിയാം ഈ ഒരു എന്താ പറയുക, ഡെക്കറേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് തരുന്നൊരു കാര്യമാണെന്ന്. സോ എന്ത് പരിപാടി ഓർഗനൈസ് ചെയ്യാൻ വെച്ചാലും ഞാൻ അതിനുള്ളിൽ തലയിട്ടിട്ട് ഞാൻ എന്തെങ്കിലും എന്താ പറയുക ഒന്നത് ഇതാക്കാൻ നോക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഞാൻ അതിൽ പ്രോ ആണെന്നൊന്നും അല്ല കേട്ടോ. പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എനിക്കത് ഭയങ്കര കളറാക്കാൻ ഇഷ്ടമാണ്. സോ ഓൾ ദീസ് 5 years ഫിഷായിനും അത് അറിയാവുന്നതാണ്. സോ അത് കാണുമ്പോൾ ഭയങ്കര സർപ്രൈസൊന്നുമില്ല. ഹി നോസ് ദാറ്റ് വിൽ ബി ഡൺ. അതുകൊണ്ട് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു, ആളത് കണ്ടു. ഞങ്ങളപ്പോൾ നമ്മുടെ ഗിഫ്റ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നത് എന്താ പറയുക, ഓപ്പൺ ചെയ്യുന്ന സമയമായിരുന്നു. അങ്ങോട്ട് നോക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വീഡിയോ കോൾ അച്ഛനും അമ്മയുണ്ട്. സോ അവർക്കും കൂടെ കാണിച്ചു കൊടുത്ത് നമ്മൾ നമ്മുടെ ഗിഫ്റ്റ്സ് കൊടുക്കുകയാണ്. ഇതാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് ചെയ്ത വാച്ചസ്. സോ ഇതാണ് നമ്മളുടെ വളരെ ലളിതമായ ഒരു സുന്ദരമായ വെഡിങ് ആനിവേഴ്സറി. നത്തിങ് മച്ച്, വെരി സിമ്പിൾ. നമ്മൾ രണ്ടുപേരും മാത്രം സെലിബ്രേറ്റ് ചെയ്തു, നമ്മൾ തന്നെ ഫോട്ടോസ് കൊടുത്തു, നമ്മൾ തന്നെ ആഘോഷിച്ചു. That's it. So cheers to 5 years of us, and I hope you guys enjoyed this vlog. But stay tuned for more. Bye.